ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ നേരും നുണയും എന്നുള്ള ഈ ഒരു കുഞ്ഞു കഥയും അതിൻ്റെ ചോദ്യോത്തരങ്ങളുമാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അസത്യത്തിന് സത്യത്തേക്കാൾ തിളക്കം കൈവരുന്ന സന്ദർഭങ്ങളുണ്ട്. അത്തരമൊരു സന്ദർഭത്തെക്കുറിച്ചാണ് നമ്മൾ നേരും നുണയും എന്ന കഥയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അരമനയുടെ പുറകിലുള്ള തോട്ടത്തിന്റെ വലിയ മതിൽ ചാടിക്കടന്ന് റാങ് നിരത്തിലെത്തി. അപ്പോൾ അയാളുടെ തോളിൽ തൂങ്ങിയ സഞ്ചിയിൽ കിടന്ന് വെള്ളിക്കരണ്ടികൾ കിലുങ്ങി. അയാൾ സഞ്ചി മാറോട് ചേർത്ത് പിടിച്ചു. ചുറ്റും പരിഭ്രമത്തോടെ നോക്കി. ഇല്ല, ആരും കണ്ടിട്ടില്ല. ലോകം മുഴുവൻ സുഖനിദ്രയിലാണ്. അയാൾ മാനത്തേക്ക് നോക്കി. മരങ്ങൾക്കിടയിൽ വലിയൊരു വെള്ളിത്തുട്ടുപോലെ തിളങ്ങുന്ന ചന്ദ്രൻ. നേരം പുലർന്നാലുടൻ സഞ്ചിയിലെ വെള്ളിക്കരണ്ടികൾ വിൽക്കണം. കിട്ടുന്ന കാശുകൊണ്ട് സഞ്ചി നിറയെ അപ്പം വാങ്ങണം. റാങ്ങിന്റെ ചുണ്ടിൽ ചിരി പടർന്നു. നേര് പറ, ഈ വെള്ളക്കരണ്ടികൾ നീ അരമനയിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ? നടക്ക്, ഇന്ന് സത്യം തെളിയിച്ചിട്ട് തന്നെ കാര്യം. വെള്ളിക്കടയിൽ വെച്ച് തെളിവോടെ പിടിക്കപ്പെട്ട റാങ് പോലീസുകാർക്ക് മുന്നിൽ ഉത്തരമില്ലാതെ കുഴങ്ങി. അരമനയിൽ മെത്രാന്റെ അരികിൽ കുറ്റവാളിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഒന്ന് നോക്കുവാൻ പോലും റാങ്ങിനു കഴിഞ്ഞില്ല. ഈ വെള്ളക്കരണ്ടികൾ ഇയാൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചതാണ്. തൊണ്ടി മുതൽ നീട്ടി ജേതാവിനെ പോലെ നിന്ന പോലീസുകാരനെ നോക്കി മെത്രാൻ ചിരിച്ചു. നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദര. ഇന്നലെ വിരുന്ന് കഴിഞ്ഞു പോകുമ്പോൾ വെള്ളി കൊണ്ടുള്ള ആ വിളക്കുകാലുകൾ കൂടി ഞാൻ സമ്മാനമായി നൽകിയതാണ്. പക്ഷേ അദ്ദേഹം ആ വെള്ളിക്കരണ്ടികൾ മാത്രമാണ് കൊണ്ടുപോയത്. അലമാരിയിലെ വിളക്കുകാലുകൾ ചൂണ്ടി മെത്രാൻ ശാന്തനായി പറഞ്ഞു. റാങ് മെത്രാനെ മിഴിച്ചു നോക്കി നിന്നു. അയാളുടെ തൊണ്ട വരണ്ടുപോയിരുന്നു. പോലീസുകാർ മെത്രാനോട് മാപ്പ് പറഞ്ഞു മടങ്ങി. കുറ്റഭാരത്താൽ തലകുനിച്ചു നിന്ന റാങ്ങിന്റെ ചുമലിൽ തലോടിക്കൊണ്ട് മെത്രാൻ പറഞ്ഞു. സഹോദര, ഈ വിളക്കുകാലുകൾ കൂടി എടുത്തുകൊള്ളൂ. ഇനി ഇവിടേക്ക് വരണമെന്ന് തോന്നിയാൽ ഇരുട്ടിൽ മതിൽ ചാടിക്കടന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല. പടിവാതിൽ ചാരിയിട്ടേ ഉണ്ടാകൂ. താങ്കൾക്ക് അതുവഴി വരാം. ആരും തടയുകയില്ല. റാങ് നിറകണ്ണുകളോടെ മെത്രാനെ നോക്കി. വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു. അപ്പം എന്താ മക്കളെ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്? റാങ് എന്ന് പറയുന്ന ഒരു കള്ളൻ അല്ലേ? അവൻ എന്തിനു വേണ്ടിയിട്ടാണ് മോഷ്ടിക്കുന്നത്? അവന് അപ്പം വാങ്ങാൻ, കഴിക്കാൻ അപ്പം വാങ്ങാൻ വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയാണ് മോഷ്ടിക്കുന്നത്. പള്ളിയിലെ വെള്ളിക്കരണ്ടികളാണ് മോഷ്ടിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആരും കാണാതെ അത് അവന് പിറ്റേ ദിവസം വെള്ളിക്കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ ആ കടയിലുള്ള ആൾക്ക് മനസ്സിലാവുന്ന എന്ത്, ഇത് പള്ളിയിലുള്ള മുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ പോലീസുകാർക്ക് റാങ്ങിനെ പിടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് റാങ്ങിനെ കൂട്ടി പോലീസുകാർ എന്ത് ചെയ്യുന്നു? പള്ളിയിലെത്തുന്നു. മെത്രാൻ്റെ അടുത്തെത്തുന്നു. മെത്രാനെ കാണുമ്പോൾ മെത്രാനോട് നേരെ വെള്ളിക്കരണ്ടികൾ കൊടുത്തിട്ട് പോലീസുകാരൻ പറയുന്നു, ഇത് ഇന്നലെ ഇവിടെ നിന്ന് ഇവന് മോഷ്ടിച്ചതാണെന്നല്ലേ? അപ്പോൾ മെത്രാൻ എന്താ പറയുന്നത്? ഇത് അദ്ദേഹം മോഷ്ടിച്ചതല്ല, ഇന്നലെ അദ്ദേഹത്തെ ഞാൻ വിരുന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഈ വെള്ളിക്കരണ്ടികളും അതുകൂടാതെ വെള്ളിക്കാലുകളുള്ള വിളക്കും ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം അത് കൊണ്ടുപോയില്ല. പകരം ഇത് മാത്രമാണ് സമ്മാനമായി കൊണ്ടുപോയതെന്നല്ലേ? അപ്പോൾ പോലീസുകാർ റാങ്ങിനെ വെറുതെ വിടുന്നു. മെത്രാനോട് മാപ്പ് ചോദിക്കുന്നു. പിന്നെയോ, അപ്പോൾ മെത്രാന് റാങ്ങിനോട് പറയുകയാണെന്ത്, ഇനി നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ നീ മതിൽ ചാടി കിടന്ന് രാത്രി വരണ്ട. ഉമ്മറത്തെ വാതിൽ, മുൻവശത്തെ വാതിൽ തുറന്നിട്ടിട്ടുണ്ടാവും. അതുവഴി തന്നെ നേരെ വന്നാൽ മതി. ആരും തടയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മെത്രാൻ പറഞ്ഞ ഒരു നുണ കൊണ്ട് എന്താണ്, അവനതെടുത്തതല്ല, ഞാൻ അവന് കൊടുത്തതാണ് എന്നുള്ളൊരു നുണ കൊണ്ട് ആ കള്ളൻ്റെ മനസ്സ് തന്നെ മാറി അല്ലേ? അവൻ എന്താണ്, ആകെ കുറ്റബോധമായി. ആ കുറ്റഭാരത്താൽ അവന് എന്താ പറയുക, നല്ല നേരായ വഴിക്ക് വരാനുള്ള ഒരു മനസ്സ് പോലും അവന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. വെള്ളിക്കാലുകളും കരണ്ടികളും താൻ സമ്മാനമായി നൽകിയതാണെന്ന് മെത്രാൻ പറയാൻ കാരണം എന്താവും? കള്ളനെ മാനസാന്തരപ്പെടുത്തുന്നതിനും അയാൾ ചെയ്ത മോഷണം മറച്ചുവെച്ച് അയാളെ പോലീസിൽ നിന്ന് രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് മെത്രാൻ അങ്ങനെ പറഞ്ഞത്. മെത്രാൻ ദയയും കാരുണ്യവുമുള്ള ഒരു വ്യക്തിയായിരുന്നു. റാങ് എന്ന കള്ളൻ പള്ളിയിൽ നിന്ന് വെള്ളിക്കരണ്ടികൾ മോഷ്ടിച്ചപ്പോൾ മെത്രാൻ പോലീസിനോട് പറഞ്ഞത് ആ വെള്ളിക്കരണ്ടികളും വിളക്കുകാലുകളും താൻ തന്നെയാണ് അയാൾക്ക് സമ്മാനമായി നൽകിയത് എന്നായിരുന്നു. ഇത് റാങ്ങിനെ കുറ്റബോധം കൊണ്ട് തല കുനിക്കാൻ പ്രേരിപ്പിക്കുകയും അയാളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്തു. ചോദ്യം 2. ഈ കഥയ്ക്ക് നൽകിയ തലക്കെട്ട് അനുയോജ്യമാണോ? എന്തുകൊണ്ട്? നേരും നുണയും എന്ന തലക്കെട്ട് ഈ കഥയ്ക്ക് അനുയോജ്യമാണ്. കാരണം ഇവിടെ നേരായ ഒരു കാര്യത്തിന് വേണ്ടി നുണ പറഞ്ഞ മെത്രാനെ നമുക്ക് കാണാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കളവ് ഒരു കളവായിട്ട് നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ ആ അസത്യത്തിന് സത്യത്തേക്കാൾ തിളക്കമുണ്ട്. ചോദ്യം 3. വെള്ളിത്തളിക പോലെ, പപ്പടം പോലെ എന്നൊക്കെയാണ് ചന്ദ്രനെ പറ്റി പറയാറുള്ളത്.
ഈ കഥയിൽ ചന്ദ്രനെ വെള്ളിത്തുട്ടുപോലെ എന്ന് പറഞ്ഞത് ഉചിതമായോ? എന്തുകൊണ്ട്? ചന്ദ്രനെ വെള്ളിത്തുട്ടുപോലെ എന്ന് പറഞ്ഞത് ഈ സന്ദർഭത്തിന് വളരെയധികം യോജിക്കുന്നുണ്ട്. കാരണം പണത്തിനു വേണ്ടിയാണ് വെള്ളിക്കരണ്ടി ഴാങ് മോഷ്ടിച്ചത്. തുട്ട് എന്നാൽ പണം എന്നാണ് അർത്ഥം. ചന്ദ്രൻ വെള്ളിത്തുട്ടുപോലെ തിളങ്ങി എന്ന് പറയുമ്പോൾ ഴാങ്ങിന്റെ പ്രതീക്ഷകളെ നമുക്കവിടെ കാണാനാകുന്നു. ചോദ്യം 4. വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഴാങ്ങിന് അങ്ങനെ തോന്നിയത്? മെത്രാന്റെ കാരുണ്യവും സ്നേഹവും കാരണം ഴാങ്ങിന്റെ മനസ്സിലെ ഇരുട്ട് മാറി. അയാളുടെ മനസ്സ് പ്രകാശപൂരിതമായതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ഇതുവരെ മോഷണവും കുറ്റകൃത്യങ്ങളുമായി ജീവിച്ച ഴാങ്ങിന് സ്നേഹവും ദയയും പുതിയൊരനുഭവമായിരുന്നു. മെത്രാന്റെ പ്രവൃത്തി അയാളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ചന്ദ്രന്റെ വെള്ളി വെളിച്ചം പോലെ മെത്രാന്റെ നന്മ ഴാങ്ങിന്റെ ഹൃദയത്തിൽ പ്രകാശം നിറച്ചു. അയാൾക്ക് ആദ്യമായി ജീവിതത്തിന്റെ സൗന്ദര്യവും നന്മയും അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നേരും നുണയും എന്നുള്ള ഈ കഥയിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്